വർഷം 1984. നൈക്കി അന്ന് വേറൊരു റണ്ണിങ് ഷൂ കമ്പനി മാത്രമായിരുന്നു. അഡിഡാസും കോൺവേഴ്സും ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ബാസ്കറ്റ്ബോൾ ഇൻഡസ്ട്രിയിൽ നൈക്കിക്ക് ഒരു റോൾ പോലും ഇല്ലാതിരുന്ന ടൈം. മാർക്കറ്റിലോട്ട് എൻ്റർ ആവാനായിട്ട് നൈക്കി ഒരു 21 പയ്യനുമായിട്ട് $2.5 മില്യൺ ഒരു ഡീല് സൈൻ ചെയ്യാണ്. പയ്യൻ്റെ പേര് മൈക്കൽ ജോർഡാൻ. നൈക്കിക്ക് അന്ന് ഒരു ടിപ്പിക്കൽ അത്ലറ്റിക് കൊളാബറേഷൻ മാത്രം മതിയായിരുന്നില്ല, ആളുകൾക്ക് കണക്റ്റ് ആവുന്ന ഒരു റിയൽ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉള്ള ഒരാൾ ആവശ്യമുണ്ടായിരുന്നു. തൻ്റെ കോളേജ് ടീമിൽ നിന്ന് വരെ പുറത്താക്കപ്പെടുകയും പിന്നീട് തൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് NBA വരെ എത്തി നിൽക്കുന്ന ഒരു പയ്യനായിരുന്നു ജോർഡാൻ. ഈ ഒരു ഒറ്റ സ്റ്റോറി മാത്രം മതിയായിരുന്നു നൈക്കിക്ക് യങ് അത്ലറ്റ്സിനെ ഇൻസ്പയർ ചെയ്യാനും ഒരുപാട് ആളുകളിലേക്ക് കണക്ട് ചെയ്യാനുമായിട്ട്. അങ്ങനെ മൈക്കൽ ജോർഡാനുമായിട്ട് കൊളാബ് ചെയ്തുകൊണ്ട് നൈക്കി അവരുടെ എവർ ഐക്കോണിക് പ്രോഡക്റ്റായ നൈക്കി എയർ ജോർഡാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. പിന്നീട് NBA അത് ബാൻ ചെയ്തെങ്കിലും നൈക്കി ക്വിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. നൈക്കി ദ NBA ബാൻഡ് ദം ബട്ട് യു കാണ്ട് എന്ന ക്യാമ്പയിനായിട്ട് മുന്നോട്ട് വന്നു. ആൻഡ് യു നോ വാട്ട്, ഇറ്റ് വെന്റ് സൂപ്പർ വൈറൽ. കമ്പനി ആദ്യ വർഷം എക്സ്പെക്ട് ചെയ്തത് $3 മില്യൺ ഇൻ സെയിൽസ് ആയിരുന്നെങ്കിൽ റവന്യൂ ക്രോസ് ചെയ്തത് $126 മില്യൺ ആയിരുന്നു. ഈ ഒരു ഒറ്റ ഡീൽ കൊണ്ട് മൈക്കൽ ജോർഡാൻ ബിക്കേം എ മില്യണയർ ആൻഡ് നൈക്കിക്ക് അവരുടെ ഡോമിനൻസ് കിട്ടുകയും ചെയ്തു. താങ്ക്സ് ഫോർ വാച്ചിങ്. ജാസിം നാസർ.